എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചോണ്ടിരിക്കുക. അതാണ് മിഷൻ 1. അപ്പോഴേ മാഷേ, ഇന്ന് നമ്മള് ഒരു യമണ്ടൻ കാഴ്ചകളിലേക്ക് പോകുന്നത് അല്ലേ? അതെ, അതും നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. എന്നാൽ കോഴിക്കോടുകാര് അല്ലെങ്കിൽ പുറമേയുള്ള ആരും അങ്ങനെ ചെന്ന് കാണാത്ത അതിമനോഹരമായ ഒരു സ്ഥലം, ഒരു ഹെവി എന്താ പറയാ, ഒരു അഡാറ് പ്ലേസ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ പോളി എന്ന് പറഞ്ഞാൽ പോളി, ഒരു വേറെ വൈബ് തന്നെയാണത്. കേറിയിട്ട് കൊതി തീർന്നില്ല. ഞങ്ങള് സമയം പോയി, രാത്രിയായി പോയില്ലേ. നമ്മള് മിഷൻ ഇതായതുകൊണ്ടല്ല ഞങ്ങൾ അവിടെ തന്നെ കിടന്നേനെ. അടിപൊളി തകർത്തൊരു സ്ഥലം കേട്ടോ. എന്നുവെച്ചാല് നമ്മളൊരു ബീച്ചിലൊക്കെ പോയിരിക്കുന്നതിനെക്കാളും ഒരു എന്താ പറയാ, ഒരു ഫീല്. കൊറേ കഷ്ടപ്പെട്ട് മലേന്റെ മുകളിലൊക്കെ ഇടയ്ക്ക് കയറി പോയി അതിന്റെ കാഴ്ചകള് ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണാട്ടോ. ഞങ്ങള് മെയിനായിട്ട് കണ്ടത് കോഴിക്കോട് ടൗണ് മൊത്തം കാണാം, കടല് കാണാം. അങ്ങനെ കുറെ കാഴ്ചകള്, അതുപോലെ സൂര്യാസ്തമയം, പിന്നെ അങ്ങനെ കുറെ നല്ല 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 അടിപൊളി കാഴ്ചകളാ. എന്താണ് നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് ചുറ്റുപാടാണ് കാണേണ്ടത്. ഇനി ഞങ്ങൾ നിന്ന സ്ഥലത്തിന് ഇനിയും കയറി പോകാനുണ്ട്. അതെ, എന്നാലും അത് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരൊന്ന് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഒന്നും പറയണ്ട, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങള് ഒരു മലയിലേക്ക് പോവാണ്. ഒരു മല, നിങ്ങൾക്ക് നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു മല കയറാൻ വേണ്ടി പോവാണ്. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചാല് നമ്മളാണ് വഴി മലയ്ക്ക് ആണോ. അപ്പോൾ ഈ മല കയറാൻ പോകണമെങ്കിൽ വലിയൊരു കയറ്റം കയറാം. അപ്പോൾ ഞങ്ങൾ വണ്ടി താഴെ മലയിലേക്കുള്ള വഴി തന്നെ അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ വണ്ടീനെ നമ്മൾ താഴെ വെച്ചു. അതെ, വലിയ കയറ്റമൊക്കെ കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് തീർക്കുന്നതിനാ നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. ഇനി ഇവിടെ ചീക്കിലൂടെലേക്ക് എത്തണമെങ്കിൽ ചീക്കിലൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് അത്തോളി എത്താം. അത്തോളി കുറച്ച് കുന്നും മലയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ചാർജ് വേണം. നമ്മൾ മൈക്കെടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഉറക്കെ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം അല്ലേ? ഒരാള് സ്കാൻ ചെയ്തു, അച്ഛൻ നിങ്ങൾ കേട്ടില്ലേ? അതാണ് അവിടെ ഇരിക്കുകയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെവിടെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ആ റേഞ്ചിൽ വരണം. അതിനൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം മക്കളെ. എന്നല്ലേ, എല്ലാവരും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. യെസ്, ഇങ്ങനെ ഞങ്ങൾ നടക്കും. അതെ, തന്തൊക്കെ അളവനായി, അതാണ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ പിന്നെ 6 പാക്ക് അടിച്ചോണ്ടിരിക്കട്ടോ. ഒരു നോക്കിക്കോട്ടോ, ഞാന് 3 മാസം കൊണ്ട് 6 പാക്ക് അടിക്കും. അപ്പൊ അതിന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. 5 വിലക്ക് വാങ്ങണം, പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മളൊരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. മനസ്സ് വെക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. ഒന്നിനും ഇതുവരെ പിടുത്തപ്പെട്ടില്ല, 2 പോലും ആയിട്ടില്ല. അല്ല, ഇപ്പത്തെ നോക്കണ്ട, ഇപ്പം ഫാമിലി പാക്കിലാണുള്ളത്. ഇനി ഞാൻ 5 കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കും. തന്ത പിന്നെ വയറില്ല, അതുകൊണ്ട് തന്ത രക്ഷപ്പെട്ടു. അയ്യോ. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് എടുക്കട്ടോ. ചാർജില്ല. ഇവിടം തൊട്ട് തുടങ്ങുകയാണ് നമ്മളെ പൊൻകുന്നുമലയിലേക്കുള്ള യാത്ര. നല്ലൊരു മനോഹരമായൊരു വൃക്ഷം കാണാം അവിടെ. എൻ്റെ ചുവട് നിറച്ച് തണലാണ്, ലാവിഷായിട്ടിരിക്കാനുള്ള സ്ഥലമുണ്ട്. കുഞ്ഞ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് വണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷേ ഇത് കേട്ടറിവ് വെച്ച് നോക്കുവാണെങ്കിൽ അല്ലേ, അടിപൊളി സ്ഥലമാണേ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ചെറിയൊരു വ്യൂ കാണാം അവിടെ. അപ്പോൾ ഇനി നമുക്ക് നടക്കാല്ലേ. സ്റ്റെബിലൈസേഷൻ ഓണാക്കി ഇടണ്ടല്ലോ, ഫ്ലാറ്റ് പോലെ. അപ്പോൾ ഇതാണ് മല അല്ലേ, പൊൻകുന്ന് മല. വലിയ ഫേമസ് അല്ലാത്ത എന്നാൽ അത്യാവശ്യം ഫേമസ് ആയ അത്യാവശ്യം നല്ലൊരു ഏരിയ അല്ലേ. അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. മനോഹരമാണ് ഈ സ്ഥലം. ഈയിടെയായിട്ട് കുറേ വെള്ളി വീഴുന്നുണ്ട് കേട്ടോ എനിക്ക്. എന്താ മോനെ സ്ഥലതാ, ഇതാണ് അതിൻ്റെ അവസ്ഥ.
ഇങ്ങനെ കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ്. ആ അടിപൊളി തകർപ്പ മലയും ആ മലയോട് ചേർന്ന് താഴേക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന എന്താ പ്രകൃതി സുന്ദരമായ കുറേ ഏരിയകളും. ഓ, അപ്പോൾ ഞങ്ങളിതങ്ങനെ കയറി ഒരു താഴേക്ക് ഇങ്ങനെ കാണുന്നില്ലേ, കണ്ടോ? വമ്പ ബിൽഡിംഗ് ആണോ മുകളിൽ കൂടി? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് കാണുന്നുണ്ടോ? അങ്ങ് ആകാശം മുട്ട പണിത് ഉയർത്തിയിരിക്കുകയാണ്. ഓഹ്, എന്താല്ലേ ശരിക്കും ഒരു ഫ്ലാറ്റ് ആണ് തോന്നുന്നില്ലേ? കൈലൈൻ്റെ ഒക്കെ പോലത്തെ. അതെ അതെ, വലിയൊരു ഏതൊക്കെയോ ബിൽഡേഴ്സാണ്. ഗൾഫ് കൺട്രീസിലൊക്കെ പോകുന്നല്ലോ ഒരു ലുക്ക് ഫീലല്ലേ? അപ്പേ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ പക്ഷേ നോക്ക്, നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം കുഴിയല്ലേ നോക്കുമ്പോൾ ഇവിടെ നിറച്ച് വെള്ളം ഇങ്ങോട്ട് നിറച്ചിട്ട് മീനെ വളർത്തിയാലൊന്നും ഇങ്ങനെ ആലോചിക്കാം. അതെ, ഞാൻ എന്താണ് ഇതിനുള്ള മറുപടി പറയേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. അല്ല, നല്ലൊരു സ്ഥലം, നല്ല ഏരിയ, നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതെ, അപ്പൊ കറക്റ്റ് ആണ്. നമുക്കൊരു പകുതി ലെവലില് വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിലോപ്പീനൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ വളർത്താം. നമുക്ക് അടിപൊളി. ഇതിന് ഈ തന്തയെ ഞാൻ കൊല്ലണോ അതോ നിങ്ങൾ കൊല്ലുന്നോ? അതാ ഈ പഴമില്ലേ, ഈ പഴം കഴിക്കാൻ പറ്റുന്ന പഴമാണ്. ഇതിനുള്ളൊരു കായുണ്ട്. അതില്ല, അതിന് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞ കറക്റ്റാട്ടോ. ഞങ്ങളിത് പണ്ട് കഴിക്കുന്ന ഈ സാധനം, ഇത് ഞൊട്ടങ്ങയോ എന്താ ഇത് പറയാം? ഞൊട്ടങ്ങ അല്ലത്, ഞൊട്ടങ്ങൻ്റെ വേറെ സാധനമാണ്. പക്ഷെ അതങ്ങനല്ല, നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ പാഷൻ ഫ്രൂട്ടില്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള കുരുവിൻ്റെ മാതിരി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെ, കേസ് നമ്മുടെ ഫോണിൽ ആവശ്യമായ ചാർജ് ഇല്ലാണ്ടായി പോയി കേസ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും കുറെ ഡീപ്പായിട്ട് നല്ല വൃത്തിക്ക് കുറെ അതെ, സംഗതി പൊള്ളി എന്ന് പറഞ്ഞ പൊള്ളിയാണ്. നമ്മള് കുന്ന് കണ്ട കിടക്കുന്ന അമ്പൂത്തി പോലെ കിടക്കുന്ന കണ്ടോ കുന്ന്. അവിടെ രണ്ട് ഗേസ് ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗേസ്. അയ്യോ, പക്ഷെ ഇത് എൻ്റെ അമ്മ ഇതൊരു വല്ലാതെ. എൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചാ കണ്ടില്ലേ? ഓ, എന്തല്ലേ കളർ എന്ന് പറഞ്ഞ കളറ്. പൊളിച്ചെടുക്കുക. അതണ്ട തന്ത. ഇനി നമുക്ക് ഈ മലയാണ് അങ്ങോട്ട് കയറേണ്ടത്, അങ്ങ് ടോപ്പിൽ വരെ എത്തണം. തന്ത പിന്നെ നല്ല, അയ്യോ ഇതൊക്കെ ഞാനിപ്പോൾ തന്നെ മടുത്തിട്ടോ. ഇതിനാണ് കുത്തിക്കിഴപ്പ് എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ എന്നോട് പറഞ്ഞിട്ട് വഴിയിൽ വന്ന് കിടക്കരുത് ഇത് കേട്ടോ, വീട്ടിൽ പോയിരുന്നോളാം. ഒരു തവളിയുടെ രോദനം. മൂപ്പരെന്നാ തീർന്നാണോ? അല്ല, ഉറങ്ങോ? അമ്മ ഇതൊക്കെ ഇങ്ങനെ നല്ല ചെങ്കുത്തായിട്ടുള്ള. എൻ്റെ അമ്മ ഇത് കണ്ട എന്നെ കൊല്ലും. അമ്മേ, മാഷിതാ മല കയറാൻ പോകുന്നത്. അമ്മ ഇത് നല്ല എന്താ പറയാ, നല്ല നിരപ്പുള്ള സ്ഥലമാണ്. ക്യാമറയിലായതുകൊണ്ടാണ് അതെ ഇങ്ങനെ മലയായിട്ട് തോന്നുന്നത്. തെറ്റിദ്ധരിക്കരുത്. അമ്മക്ക് കണ്ടറിയാലോ. കണ്ടോ ഒരു പ്രശ്നമല്ല ഇവിടെ. ആയ് അല്ല, കുറെ ഗെയ്സ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതാ എൻ്റെ അമ്മ, ഇതൊക്കെ കണ്ട അമ്മ ഉറപ്പാ ചീത്ത പറയും. പക്ഷെ ഇവിടെ തെന്നലൊന്നുമില്ല. അതില്ല, ഇത് സിമ്പിളാണ്. വെറുതെ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ പറയില്ലേ. അയ്യ, രണ്ടാൾക്കാരുടെ മേലുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. അപ്പൊ ഏകദേശം കാടും കുറെ മലയും കല്ലും മുള്ളും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു 6 പാക്കിന്റെ കാര്യം.
അത് ഇതോടെ ആവും കേട്ടോ. ഇത് കേട്ടോ, എവിടെ നോക്കിയാലും നല്ല അടിപൊളി 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 സ്ഥലങ്ങൾ മാത്രം. ആ ആകാശമൊക്കെ നോക്കി നോക്ക്, എന്താ. ഇതാണ് നമ്മുടെ വഴി. ഹെവി കയറ്റം എന്ന് പറഞ്ഞാൽ ഹെവി കയറ്റം. ഇതിപ്പോൾ എവിടെ പോയി? കയറ്റം കയറി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആഹാ, എന്തും ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമുക്ക് എത്ര മനോഹരമാണ്, കണ്ണിന് എത്ര കുളിർമയല്ലേ. എന്തൊരു ഭംഗിയാണ് ഈ പ്രകൃതി നിറയല്ലേ മാഷേ. ഒരു കവിത ചെയ്തല്ലേ നമുക്ക് ഇവിടെ നിന്നിട്ട്. എന്താ ഭംഗി നോക്ക്. ഒരാൾ നിൽക്കാൻ, ഒരു ചെക്കൻ നിൽക്കണ്ട്, എന്നിട്ട് എന്തൊക്കെയോ ചൂണ്ടി കാണിക്കണ്ടേ. അയ്യേ. ഇവിടെ ആരാധനയുമായി ബന്ധപ്പെട്ടല്ലേ, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഏരിയ ആണിത്. അപ്പോൾ അതിൻ്റെതായുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറുമ്പോൾ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ. ഒരു കാറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി സ്ഥലം. നമ്മളെ മാഷേ, പനമരത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, കണ്ടോ? എന്ത് സാധനം അത്? കുറുമ്പാലക്കോട്ട പോലെ നല്ലൊരു വ്യൂ ആണ് കേട്ടത്. ആരോ അവിടെ വാറ്റുന്നുണ്ട്, പുക പോകുന്നുണ്ട് കേട്ടോ. ആരോ വാറ്റുന്നുണ്ട് അവിടെ. ഓ, എടുക്കല്ലേ എടുക്കല്ലേ. ഈ 6 പാക്ക് ആക്കാൻ പോയ ആളിതാ മടുത്ത് കല്ലിന്റെ മുകളിൽ കുത്തിയിരിക്കണ അവിടെ. ഇയാളാണ് 6 പാക്ക് ഉണ്ടാക്കാൻ പോണേ. അയ്യോ അയ്യോ, നമ്മൾ അവിടെ നിന്നാ ഓടാ. എവിടുന്ന്? ആ അതന്നെ, ആ റോട്ടിൽ കൂടെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കാണുന്നില്ല. അല്ല, ഞാൻ കാണുന്നുണ്ട്. ഇതാ ഇവിടെ കിടക്കുന്ന വഴി ഉണ്ടല്ലോ, ആ വഴി കൂടെ നമ്മൾ കയറി ഇവിടെ എത്തിയതാ. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാല്ല. നല്ല കാറ്റ്, കുറേ നേരം ഇവിടെ ഇങ്ങനെ വന്നിരുന്ന അടിപൊളിയാക്കും അല്ലേ മാഷേ? ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടെ വലിയൊരു കുഴിയാണ്, വലിയ കുഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു അര പൊക്കറ്റല്ല, അര ടാങ്ക് മതി. മൊത്തം വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ നല്ല ഫിലോപ്പിനെയും നല്ല അയില പറ്റൂല അല്ലേ? മത്തിയൊക്കെ പറ്റും. മത്തിയൊക്കെ നമുക്ക് വളർത്തുകയാണെങ്കിൽ നല്ല പൈസക്കുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് മക്കളെ ഇതിൻ്റെ വ്യൂ. ആ മല നിറച്ചെന്താ പിന്നെ എന്തൊരു വിഷയമാണല്ലോ അത്.
അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തി അല്ലേ? ആ എന്റെ മോനെ ഒന്നും പറയാനില്ല, മാഷേ നിങ്ങൾ എന്തേ പറഞ്ഞു? എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലം കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ വണ്ടറടിച്ച് ഇത് ഞങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ സ്ഥലമുണ്ട്. ഓൾറെഡി ഞങ്ങൾ ലിസ്റ്റിൽ വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ റൈഡ് ചെയ്ത് വലിയ വലിയ കയറ്റങ്ങളൊക്കെ ചവിട്ടി കയറ്റി ഇതങ്ങോട്ട് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ വണ്ടി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നതാണ്. എനർജി ഇല്ലാത്ത എന്താ അറിയോ, അതുമാതിരിയുള്ള കയറ്റം കയറിയിട്ടാണ് വരുന്നത്. ഇതാ താഴേക്കുള്ള ഡീപ്പ് കണ്ടോ, എന്താലേ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ അപ്പോൾ പിച്ചലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഒരു വേറൊരു മൂഡാണ് ഇവിടെ. പിന്നെ സ്ഥലം അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റിനും ഫുള്ള് വമ്പം ഗർത്തങ്ങൾ, കുഴികളാണ്. അതായത് ഈ നമ്മൾ കയറി നിൽക്കുന്നത് ഏറ്റവും ഉയരത്തിൽ, അതിന് ചുറ്റും എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ജില്ലകൾ കാണാമെന്നുള്ളത് നമുക്ക് ഇവിടെ ആരെങ്കിലും ചോദിക്കേണ്ടി വരും. ഇല്ല, ശരിക്കും കുറെ ഞങ്ങളിപ്പോ കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. വലിയ കറുത്തൊന്നുമില്ല അമ്മ, ഇത് വലിയ കറുത്തൊന്നുമില്ല കേട്ടോ, ഇവിടെ ചെറുതാണ്. അമ്മേ ഇവിടുന്ന് താഴെ പോയാ പിന്നെ നോട്ടിലേക്ക് അങ്ങ് വെച്ചാൽ മതി. അയ്യോ അത്രയ്ക്കൊന്നുമില്ല അമ്മ, ചെറിയ രീതിയിൽ. അപ്പോൾ വലിയ സീനൊന്നുമില്ല ഉണ്ടോ. ഇവിടുന്ന് കയറി വന്നത് നല്ല സൂപ്പറായിട്ട് കയറി വന്നത്. ഇറങ്ങി പോകുമ്പോൾ ഇനി നോക്കിയില്ലെങ്കിൽ താഴേക്ക് വേഗം എത്തും. അമ്മ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അമ്മേന്റെ ഓർഡർ എന്താണെന്നറിയോ, വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് അല്ലേ നമ്മളോട്, കുളം പുഴ പിന്നെ പാറേന്റെ മേലെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ലാറുണ്ട്. ശരിക്കും പറഞ്ഞ മാഷേ, ആ മേഘല്ലേ നമ്മൾ ചെറിയൊരു കോണി കൊണ്ടുവരുന്നെങ്കിൽ ആ മേഘത്തിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്കൊക്കെ നല്ല രസമായിരുന്നു. ഇനി ഒന്നും പറയാനില്ല, എന്താ അല്ല അത്രയും നല്ലൊരു ഇതാണ്, ഒന്നുമില്ല പറയാനില്ല. അതെ, എന്താ പറയണ്ടേ ആണല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ വന്ന് കുറേ നേരം ഇരിക്കാനും വർത്താനൊക്കെ പറയാനും അടിപൊളിയാട്ടോ. ഇവിടെ നല്ല തണലും, തണലെന്ന് വെച്ചാൽ നല്ല കാറ്റാണല്ലോ എപ്പോഴും, നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ. ഏത് മലേൻ്റെ മുകളിൽ പോയാലും ഒരു കൂളിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കൂളിംഗ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്, സ്ഥലങ്ങൾ ഫുള്ള് പച്ചയാണ് അല്ലേ മൊത്തം. പക്ഷെ വേറെ ഇവിടെ നമുക്ക് ഇവിടെ പെർമിഷൻ ആണെന്ന് ഇവിടെ താമസിക്കാനൊന്നും. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. ആണോ? അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അതുകൊണ്ട് തന്നെ എന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിൽ വരാം, ഇവിടെ അങ്ങനെ തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ല, ആർക്ക് വേണേലും വരാം, വന്നിരിക്കാം. അല്ല വന്നിരിക്കാൻ പോകും. പക്ഷെ നമുക്ക് ഞങ്ങള് ടെന്റൊക്കെ അടിച്ചിട്ട് ഇവിടെ കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വേറൊരു വൈബായിരിക്കും. അതെ അതെ, ഇത് ലൊക്കേഷൻ നമ്മളെ പൊൻകുന്നുമല എന്നാ പറയാ അല്ലേ? അതെ, പൊൻകുന്നുമല എന്നാ പറയാ. ഞങ്ങളിപ്പം നന്മണ്ടേന്ന് ചീക്കിലോട്, അതെ ചീക്കിലോട് ശരി, നന്മണ്ട അങ്ങനെ ചീക്കിലോട് വഴി അങ്ങനെ നമ്മളടുത്ത കാക്കൂര് പോണേ. അത്തോളി എന്ന് പറഞ്ഞ ആ ഒരു റോഡിന്റെ ഉള്ളിലാണ് ഈ സംഗതി കേട്ടോ. ആരോട് ചോദിച്ചാലും ചീക്കിലോട് അടിച്ചാൽ മതി, ചീക്കിലോട് അടിച്ചാൽ മതി. അപ്പൊ എന്താണെങ്കിലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പറാണ്. നമുക്ക് ഒരു എന്താ പറയാ, ഒരു വൈബ് തന്നെയാണ്. അത് നോക്ക്, നമുക്ക് ഞങ്ങൾ കാണിച്ചു തരാം. കിലോമീറ്റർ പൊളിന്ന് പറഞ്ഞാ പൊളി, വെറും പൊളിയാണ്. ഇതാണ്ടോ ഇതൊക്കെ നോക്ക് എന്താ മോനെ, ഇത് കണ്ടിട്ട് അവിടെ ബീച്ചുണ്ട് എന്താലേ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം, നല്ല വ്യൂ ആണ്, അടിപൊളി. എന്താ പറയാ, എല്ലാം അടിപൊളിയാണ്, എല്ലാം മൊത്തം തകർത്തിരിക്കുകയാണ്. കാഴ്ചകളും കാഴ്ചപ്പാടുകളും എല്ലാം ഉണ്ടോ. കുറെ ടവറുകളും ഉണ്ട്. ടവറാണത് മറ്റേത്. അതെ അതെ, ഒരു കുട്ടൻ മോനെ ഗൈസ് കമോൺ വാ കണ്ടോ, നമ്മളൊരു ചെക്ക നമ്മളിങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അറിയില്ല എന്നാലും ഇങ്ങോട്ട് വരൂ, കമോൺ വരൂ. പക്ഷെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് അവൻ വരുമ്പോ നോക്കാം, ബാക്ക്ഗ്രൗണ്ട് സീൻ നോക്കി കേട്ടോ. ഒന്ന് കൈവീശുവാ മോനെ, കൈവീശുവാ, അടിപൊളി.
നോക്ക്. പേരെന്താ? അയൺ. അയൺ ഇരുമ്പ്. AYAN അയൺ. മാറില്ല എന്താ അല്ലേ? ഞങ്ങളൊരു ചാനലുണ്ട് മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട്. മിഷൻ 1 റുപ്പി യൂട്യൂബില് പോയി നോക്ക്, സപ്പോർട്ട് ചെയ്യും. ഇതതിൽ വരും. ഓക്കെ. അതിൽ വരും. പിന്നെ അല്ലാണ്ട് പക്ഷെ നോക്കിയല്ല എന്തായാലും ഒരു ടൗണിന്റെ നഗരത്തിന്റെ കാഴ്ചകളാണ് നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ നമ്മുടെ ക്യാമറ അത്രയും പോരാ. കോഴിക്കോട് ടൗണിലെ വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇത് ഈ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക കക്ക പൊറുക്കിയിട്ടിരിക്കുന്ന പോലെ കാണുന്നത് കേട്ടോ. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അതിന്റെ തൊട്ട് മുന്നിൽ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നത് കടലാണ്. ആ കടൽ അങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത് ഇവിടെ എത്തിയപ്പോഴാണ്. ഇവിടെ എത്തിയപ്പോൾ സൂര്യന്റെ വെളിച്ചം വെള്ളത്തിൽ തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു തിളക്കം കണ്ടപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത് അവിടെ നിന്ന് അത് കടലായിരുന്നു എന്ന്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാണ്ട് എവിടെ 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 യെസ്, ഇതാ നേരെ മുന്നിൽ ഒരു ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇത് എന്ത് ഭംഗിയല്ല മാഷേ, എന്ത് ഭംഗിയാണോ ഇത്. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോനെ. എന്താ നോക്കുക, ആ സൂര്യൻ ഇപ്പോൾ കടലിൽ താഴ്ന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ആ സൂര്യനെ നമ്മൾ കടലിൽ മുക്കി കൊല്ലും. അല്ല അങ്ങനെയല്ല. എന്താ ലേശനെ എന്താ അത്, ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഓരോ ഷോട്ടുകളും ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത്ഭുതപ്പെടുന്നു. നോക്ക്, പ്രകൃതി രമണീയം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രകൃതി രമണീയം. കണ്ടോ, കണ്ണ് കുളിരാണ്. കണ്ണ് കുളിർക്കും കാഴ്ചകൾ. സത്യത്തില് ഇവിടെ ആരും മിസ് ചെയ്യരുത്, ദയവ് ചെയ്ത്. ഇവിടെ വന്നാൽ മല കാണാം, കുറേ കുഴികൾ കാണാം, കുറേ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. അതിന്റെ കൂടെ എന്ത് കാണാം? കടല് കാണാം. കോഴിക്കോട് ടൗൺ ഇവിടുന്ന് കാണാം. അതെ, വൈകുന്നേരം ഈവനിങ് സമയങ്ങളിൽ അങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യൻ കടലിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് കാണാം. അതെ കിട്ടു ആരും മിസ് ചെയ്തോ. എന്താ നോക്ക്, സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. സൂര്യന്റെ ആ രക്തക്കണ്ണുകൾ ഭൂമിയിലേക്ക് വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രംഗങ്ങളാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രം മതി. എന്തല്ലേ, ബ്യൂട്ടിഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. കടലിലേക്ക് ഇതാ കുറേശ്ശെ താന്നിറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് സൂര്യൻ. ലൈവ് സൂര്യന്റെ താഴ്ന്ന കാഴ്ചകൾ. സൂര്യ, നീ എന്തിനാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നിറങ്ങുന്നത്? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ നച്ചനയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ ഏകദേശം സൂര്യൻ്റെ 1/4 ഭാഗം വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി നമ്മുടെ സൂര്യൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് ചന്ദ്രനിലേക്ക് കൊടുക്കും.
കണക്ഷൻ അവിടെ നിന്ന് വിടുന്നു. കണക്ഷൻ അങ്ങ് വിടും. പിന്നെ നമുക്ക് വീണ്ടും വിളിച്ചിട്ടായിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളിവിടുന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളിവിടുന്ന് ഇറക്കാൻ ഇനി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വരേണ്ടി വരും, നേവിക്കാരൊക്കെ വരേണ്ടി വരും. നോ മാൻ, എപ്പോഴും ഇവിടെ വിളിച്ചുണ്ടാവും. അങ്ങനെയാണോ? നമ്മളെ ചന്ദ്രൻ എന്തിനാണ് മേളിൽ? സൂര്യൻ താഴേക്ക് പോയാലും ചന്ദ്രൻ മേളിൽ തന്നെയുണ്ട്. രക്ഷയുമില്ലാത്ത സ്ഥലത്ത് നിന്നും മിഷൻ വണ്ടർപ്പിയുടെ ചുണക്കുട്ടന്മാർ ഇതാ ഇവിടെ മലേന്റെ മുകളിൽ നിന്നും വീഡിയോ എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ആസ്വദിച്ചു അല്ലേ, അടിപൊളിയായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി, എന്താ സൂപ്പർ നോക്കി. എന്റെ മോനെ, എന്താ മോനെ ക്ലാരിറ്റി. നമ്മളെ ഫോണിന്റെ പ്രത്യേകതയാണോ സ്ഥലത്തിന്റെ പ്രത്യേകതയാണോ? സ്ഥലത്തിന്റെയാണ്. യാ അടിപൊളി, പൊളി പൊളി, പൊളിച്ചെടുക്കുക. ചോദിച്ചോണ്ടിരിക്കുക. അതാണ് മിഷൻ വണ്ടർപ്പി. എന്താല്ലേ ശരിക്കും ഫോണ് കട്ട് ചെയ്യാൻ തോന്നില്ല, നിങ്ങൾ ഇതിങ്ങനെ കാണിച്ചോണ്ടിരിക്കാൻ തോന്നുന്നതാണ്. ചാർജ് ഇല്ല തീരെ ഫോണിൽ, അതാണ് വലിയൊരു സീന്. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങള്, അല്ലേ മാഷേ? അതെ. ഞങ്ങള് അടുത്ത അത്തോളിയിലേക്കാണ് യാത്ര. നമ്മള് രാത്രി ആകുമ്പത്തേന് അത്തോളി എത്തണം. ഒരു 5-8 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ ചീക്കിലോട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് കുറച്ച് വർക്ക് ചെയ്തിട്ട് നേരെ അത്തോളിക്ക് വിടും. പിന്നെ അവിടെയാണ് സ്റ്റേ. അതെ, എത്തുക കുറെ കുന്നും ഇതൊക്കെ പറയുന്നത്. അതെ, ഭയങ്കര മലയോര ഹൈവേ പോലെയുള്ള സ്ഥലങ്ങളാട്ടോ. വലിയ ഇറക്കവും കുഴിയും കുന്നും ഒക്കെ ഉണ്ട്. വണ്ടിയിൽ ചാർജും കുറവാണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. അതെ, ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഉണ്ട്. അതേപോലെ എല്ലാത്തിന്റെയും സാധനങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഞങ്ങൾ GPay നമ്പർ വരെ അതിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം അല്ലേ? അതെ. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.